കണ്ടാ ഇത് കണ്ടാ ഓ പൊയ്ക്കൊണ്ടിരിക്കുക. ഇത് നോർമൽ ഷെഡിങ് കേട്ടോ. ഇതൊക്കെ ഹീറ്റ് ആകാറായി. പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനില്ല. ഇത് മൊത്തം കളയാനേ പറ്റത്തുള്ളൂ. നല്ല പണിയുണ്ട് ഇനി കേട്ടോ. അടുപ്പിച്ച് 2-3 ദിവസം വീണ്ടും വീണ്ടും ചെയ്യാലേ പോകത്തുള്ളൂ. നല്ല കട്ടിക്ക് പൊയ്ക്കൊണ്ടിരിക്കും. ഏറ്റവും ഇങ്ങനെ വന്നേ ഇവിടെ കയറിയിരി നിങ്ങോ. ഇതുണ്ട്. അതായത് ഇതാ നമ്മൾ ചുമ്മാ ഇങ്ങനെ പിടിച്ചാഞ്ഞ് വരും. കണ്ടാ വെച്ചിട്ട് തലേണ ഉണ്ടാകും നമ്മള്. എല്ലാ ഡോഗ്സിനും ഇയർലി മിനിമം 2 ഷെഡിങ്ങെങ്കിലും വരും. പിന്നെ ക്ലൈമറ്റിനനുസരിച്ചിട്ട് 3 ഷെഡിങ് ഒക്കെ ഉണ്ടാകാറുണ്ട് കേട്ടോ. ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ചായിട്ട് ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാൻ പോകരുത്. ഇങ്ങനെ രോഗം പോകുന്ന കണ്ടിട്ട് ചറപറാൻ കുളിപ്പിച്ച് അടുപ്പിച്ച് കുളിപ്പിച്ച് കഴിഞ്ഞാൽ സ്കിന്നും കൂടെ ഡാമേജ് ആയിപ്പോത്തേ ഉള്ളൂ. കളഞ്ഞാൽ മതി. ഒരു 2-3 ദിവസം അടുപ്പിച്ച് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് അങ്ങ് പോകും. അതിനുശേഷം വേണമെങ്കിൽ ഒന്ന് കുളിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് സെറ്റ് ആയിക്കോളും. വേറെ കാര്യമൊന്നുമില്ല. ഭയങ്കര ക്യൂട്ട്നെസ് ഒക്കെ ഇടുന്നു നോക്കണം. ഇവിടെ സാധാരണ ഒരു ചൊറി മുഖമല്ലേ. ടെസേ മോളെ ഡി എന്താ പറ്റി പണക്കം പറഞ്ഞു തീർക്കുന്നുണ്ടോ? എന്താ പറ്റി? ഇങ്ങോട്ട് നോക്ക്. എന്റെ ദേഹത്ത് രോമം ആയതുകൊണ്ടിട്ടാ. ആരുടെ ദേഹത്ത് രോമം ഒന്നും കൊണ്ടാക്കരുത് കേട്ടോ. കാറിനകത്ത് കയറ്റാത്തേനാ കേട്ടോ. കാറിനകത്ത് ഇപ്പൊ ഈ പരുവത്തിൽ കയറ്റി കഴിഞ്ഞാൽ നോക്ക്. ഇതെല്ലാം കൂടെ ഞാൻ അങ്ങനെ വലിച്ചു കയറ്റി. ഞാൻ എങ്ങും പോയൊന്നുമില്ല. ഇനി പോകത്തില്ല കേട്ടാ.